സമയം കുറെ ആയില്ലേ? ഈ മുതലാളി എന്താ കൊണ്ടെന്ന് വെച്ച് നോക്കട്ടെ, കഴിച്ചിട്ടാക്കാം ഇനി അടുത്ത പണി. എന്താ മൂപ്പര് കൊണ്ടുവന്നിച്ച്? ഇതെന്താ കാലിപ്പറാട്ടെ? ഈ കറിയൊന്നുമില്ലല്ലോ, പച്ചവെള്ളം കാലിപ്പറാട്ടയോ? എങ്ങനെ ഇപ്പൊ ഇത് കഴിക്കഞ്ഞി? ഒരു കറി പോലും ഇല്ലല്ലോ അതിക്ക് കൂട്ടാൻ. വിശക്കണമുണ്ട്, എന്താ ചെയ്യാ, കഴിക്കാം. ഒരു മാർഗല്ലല്ലോ. പൈസക്കാരനായിട്ട് എന്താ കാര്യം? 60 പിസ്കനാണ് മുതലാളി. പണിക്കാർക്ക് തിന്നാണെങ്കിൽ മര്യാദക്ക് കൊടുത്തുകൂടെ? ഒരു കാലിപ്പറാട്ട ആകെ കിട്ടിയത്. ഇതിക്ക് എന്തെങ്കിലും ഒരു കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ശരിക്കൊന്ന് കഴിക്കേ. അതുപോലും ഇല്ല. ഹാ, നല്ല ബീഫിൻ്റെ സ്മെല്ലാണല്ലോ വരുന്നത്. നല്ല സുഖമുള്ള. ഓ, പൊറാട്ടയ്ക്ക് ഏതായാലും കറിയില്ല. ഇനി ഇതൊന്നും കൂട്ടിയിട്ട് കഴിച്ചാൽ നോക്ക് നമുക്ക്. ഓ, വല്ലാത്ത ടേസ്റ്റ്. ഇത് കൂട്ടി കഴിക്കാം, ഇത് കൂട്ടി തീർക്കാം ഇനി പൊറാട്ട. കറി ഏതായാലും കിട്ടിയില്ല, സ്മെല്ല് കിട്ടിയെങ്കിലും. ഓ, ഇങ്ങനെ സ്മെല്ല് കിട്ടുകയാണെങ്കിൽ എന്തിനാ കറി? ആ ചെമ്മീൻ്റെ ഇറച്ചി കഴിഞ്ഞ മണം കൂടിയിട്ടാണ് പാട് തിന്നുന്നത്. അതിൻ്റെ പൈസ എന്തായാലും വാങ്ങണം. ചായ പോലും ഇല്ല, വല്ലാത്ത പിസ്കനായിട്ട മുതലാളി. പച്ച വെള്ളം കൊണ്ടുവന്ന്. പൊറോട്ട ഒക്കെ ഉസാറായി കഴിച്ചില്ലേ? പൊറാട്ടന്റെ കാര്യം പറയണ്ട, ആകെ ഒരു പൊറാട്ട മുതലാളി തന്നത്. അതൊക്കെയാണെങ്കിൽ ഒരു കറിന്റെ വെള്ളം കൂടി അതിൽ ഇല്ലാണ്. പിന്നെ നിങ്ങൾ ആ ഹോട്ടലിൽ വെച്ച ആ ഇറച്ചിക്കറിന്റെ സ്മെല്ല്, ഹൗ, അത് കൂട്ടി കണ്ടിട്ടാണ് ഞാൻ തിന്നത്. എന്താ അതിന്റെ ടേസ്റ്റ്? ഇറച്ചിക്കറി കണ്ട് ഉസാറല്ലേ? ഹൗ, അടിപൊളി. എന്നാ അതിൻ്റെ കായ് കണ്ട് എടുക്ക്. ഏത് കായ്? ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്താ വാങ്ങി തിന്നത്? എൻ്റെ ഇറച്ചിക്കറി കൂട്ടിയിട്ടല്ലേ പൊറോട്ട തന്നത്? അതിൻ്റെ കായ് കണ്ട് എടുക്ക്. അല്ല, ഞാൻ അതിന്റെ മണം കൂട്ടിയാ കഴിച്ചത്. അതിൻ്റെ കായാണ് ഞാൻ ചോദിച്ചത്, അത് ഇങ്ങോട്ട് എടുക്ക്. മണത്തിന് കായ് വേണമെന്നോ? അതന്നെ 50 റുപ്യ വേണം. എന്താ കച്ചറ? എൻ്റെ ഇറച്ചിക്കറിയും കൂടിയിട്ട് അവൻ പൊറോട്ട എന്തായി? അതിൻ്റെ പൈസയാണ് ഞാൻ ചോദിക്കണത്. തന്നെ അവന്റെ ഇറച്ചിക്കറി പൈസ കൊടുത്തില്ലേ? അല്ല കാക്കേ, ഇയാളോണ്ടൊന്നും ഇറച്ചിക്കറി ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്ക് ആകെ കിട്ടിയത് ആകെ ഒരു കാലി പൊറാട്ടയാണ്. അത് കറിയില്ലാതെ എങ്ങനെ കഴിക്കും എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇയാളെ ഹോട്ടലിൽ നിന്ന് ആ കറിന്റെ സ്മെല്ല് എനിക്ക് വരുന്നത്. അപ്പൊ അതും ആസ്വദിച്ച് ഞാൻ ആ പൊറാട്ട അങ്ങോട്ട് കഴിച്ചു. അപ്പൊ അയാൾ വന്നിട്ട് പറയാണ് അയാളെ കായുവാണെന്ന്. മണത്തിന് ആരെയും പൈസ കൊടുക്കേണ്ടാക്കേ, നിങ്ങൾക്കറിയില്ലേ? മണം കേട്ട പൊറോട്ട മണം കേട്ട് മാത്രമാണ് കാക്ക ഞാൻ പൊറാട്ടുന്നത്. ആഹാ, അതാ എന്റെ പ്രശ്നല്ലേ? അതാണ് എന്റെ പ്രശ്നം. അപ്പൊ കുട്ടി എനിക്ക് എത്ര പൈസ ഇട്ടുള്ള അവന്റെ? 50 റുപ്യ. 50 റുപ്യ? ഇതൊരു 50 റുപ്യ കാട്ടിയാ. ഇന്ത്യയിൽ ഒരു ഉറുപ്പില്ല പൈസ ഉണ്ടെങ്കിൽ ഞാൻ മണക്കാൻ നിക്കോ? ഞാനേ ഒരു പണിയുണ്ട്, നിങ്ങൾ രണ്ടാളിന്റെ ഒപ്പം പോന്നാണി, അതിന്റെ പൈസ ഞാൻ തരാം. നിങ്ങളപ്പം പോരാ? എന്നാ പോരി. വരി, ഇപ്പൊ ശരിയാക്കി. മോനെ, ഞാൻ പൈസ ഉണ്ട്, ചില്ലറ പൈസ ഉണ്ടെങ്കിൽ ആ കൊച്ചിങ്ങോട്ട് എടുത്താ. നമുക്ക് പൈസ അല്ല വേണ്ടി, ഇപ്പൊ ശരിയാക്കിയാലോ കേട്ടോ. നമുക്ക് 50 റുപ്യ എല്ലാം തരാനുള്ളത്. 50 റുപ്യ ഇപ്പൊ ശരിയാക്കിയാലോ കേട്ടോ. കേട്ടില്ലേ? ഇത് 50 റുപ്യ കിളുങ്ങണ ഒച്ച, അതിന് എന്നെ എടുത്തു എന്റെ പൈസ 50 റുപ്യ അത് തരാനുള്ളത്. ആ ഒച്ചെങ്ങനെ 50 റുപ്യ എന്നെടുക്കല്? അന്റെ ഇറച്ചിക്കാരനെ മണത്തുന്നേ ഇറച്ചി കഷ്ണം കിട്ടുമെങ്കിലേ
പൈസ കിലുങ്ങണ ഒച്ചേന്ന് ആ പൈസയും കിട്ടും. എൻ്റെ ഒരു 50 ഉറുപ്പ്യ